അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഏതൊരു മനുഷ്യൻ്റെയും വലിയ അഭിലാഷമാണ് അവൻ്റെ അവസാനത്തെ സംസാരം അത് അള്ളാഹുവിനെ കുറിച്ചാവുക. അള്ളാഹുവിൻ്റെ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ സാധിക്കുക എന്നത്. ഈ അടുത്ത് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വാർത്ത, ഉസ്താദ്, ഒരു പള്ളിയിൽ ജോലി ചെയ്യുന്ന ഉസ്താദ്, ആ ഉസ്താദ് അസറിന് വേണ്ടി ബാങ്ക് വിളിച്ച് ആ ബാങ്ക് വിളി പൂർത്തിയാകുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെടുന്ന ഒരു കാഴ്ചയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ പള്ളിയിൽ ബാങ്ക് വിളിക്കുക എന്ന് വെച്ചാൽ തന്നെ അത് ഏറ്റവും കൂടുതൽ മഹത്വമുള്ള കാര്യമാണ്. ഹദീസിൽ കാണാം, അത്വലുന്നാസി അനാഖൻ യൗമൽ ഖിയാമ അൽ മുഅദ്ദിനൂൻ. ബാങ്ക് വിളിക്കുന്ന ആളുകൾ നാളെ ഖിയാമത്ത് നാളിൽ പരലോകത്ത് എല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുമ്പോൾ അവർക്ക് ഉയർന്ന പദവി ഉണ്ടായിരിക്കും എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ബാങ്ക് വിളി കേട്ട എല്ലാ സൃഷ്ടികളും, എല്ലാ പുല്ലുകളും ചെടികളും മരങ്ങളും ജീവികളും എല്ലാം ആ ബാങ്ക് വിളിച്ച ആൾക്ക് വേണ്ടി സാക്ഷി നിൽക്കും എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ബാങ്ക് വിളിക്കുക എന്ന് വെച്ചാൽ അത് ഒരു താഴ്ന്ന പരിപാടിയല്ല, അതൊരു വില കുറഞ്ഞ സംഗതിയല്ല. അത് ഏറ്റവും മഹത്തമായ, ഏറ്റവും പവിത്രമായ ഒരു പ്രവൃത്തിയാണ്. എന്നാൽ ഒരാൾ ബാങ്ക് വിളിച്ച് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് നിർത്തുന്ന സമയത്ത് അയാളുടെ റൂഹ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പിടിക്കുന്നൊരു ഘട്ടം ഉണ്ടാവുക എന്ന് വെച്ചാൽ, പള്ളിയിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണല്ലോ പള്ളി. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ. ആ പള്ളിയിൽ വെച്ച് ഏറ്റവും നല്ല സമയമാണ് അസറിൻ്റെ സമയം. അള്ളാഹുവിൻ്റെ മലക്കുകൾ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്ന സമയം. പകൽ ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കുകളും രാത്രി ഡ്യൂട്ടി നിർവഹിക്കാൻ വേണ്ടി വരുന്ന മലക്കുകളും, രണ്ട് മലക്കുകളും അസറിൻ്റെ നിസ്കാരത്തിന് പങ്കുകൊള്ളുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ അസറിൻ്റെ സമയത്ത് ആ ബാങ്ക് വിളിയുമായി ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു പ്രവൃത്തിയുമായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവസാനത്തെ വാക്ക് കറക്റ്റ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും റൂഹ് പിരിയുന്നൊരവസ്ഥ എന്ന് വെച്ചാൽ അത് ഏറ്റവും വലിയ ഒരു ഭാഗ്യമുള്ള ഒരു മനുഷ്യനാണ് ആ വിട പറഞ്ഞ ഉസ്താദ് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. പെട്ടെന്നുള്ള മരണത്തിൽ കുടുംബങ്ങൾക്ക് സങ്കടങ്ങളുണ്ടാവും, ആ മഹല്ലത്തുകാർക്ക് വിഷമമുണ്ടാവും, ആ ഉസ്താദ് പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് തീർത്താൽ തീരാത്ത സങ്കടങ്ങളുണ്ടാവും. അള്ളാഹു അവർക്ക് ക്ഷമ പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ നമ്മളെല്ലാ സമയത്തും ദുആ ചെയ്യുന്ന ദുആയാണ് അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമിന ഇൻദൽ മൗത്ത്. മരിക്കുന്ന സമയത്ത് നമ്മുടെ അവസാനത്തെ വാക്ക് ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവണമെന്നത്. അത് ആർക്കും കാശ് കൊടുത്ത് അല്ലെങ്കിൽ വേറെ അധികാരം കൊണ്ട് നേടിയെടുക്കാൻ പറ്റിയ ഒന്നല്ല. ഏത് സമയത്താണ് വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത്, ഏത് സ്ഥലത്ത് വെച്ച് എപ്പോൾ മരിക്കുമെന്ന് നിശ്ചയമില്ലാത്തവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മൾ